Hi dear, good morning. Okay, so day 5 of meditation I'm welcoming you. And ആദ്യം തന്നെ നിങ്ങളെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ എടുത്ത ഒരു ഡിസിഷന്. ഓക്കെ, ഇനി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഡിബിൾ അല്ലേ? ഓക്കെ, ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക. 2 minutes വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. ഹായ് റന്യ, ഗുഡ് മോർണിംഗ്. സോറി. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ആസ് എ പ്രോസസ്, ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു മൈൻഡിന് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൂളാണ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളാണ്. സോ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് എന്താ പറയാ നല്ലൊരു സെഷനും കൂടിയാണ്. എന്ന് വെച്ചാല് ഈ ഒരു മോർണിംഗില് ഇങ്ങനെ ഒരു വന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ നമ്മളെ സെൽഫിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ എക്സാംസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മള് കുറേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് മൾട്ടി ടാസ്കിങ് ആയിട്ട് നമ്മൾ എക്സാമിന്റെ സമയത്താകുമ്പോഴേക്ക് അത് പഠിക്കണം, നമുക്ക് ഇത് പഠിക്കണം, നമുക്ക് അത് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാ ഇതും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. സോ നമ്മൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്, നമ്മുടെ മൈൻഡിനെ കാം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോ ആ ഒരു മെഡിറ്റേഷൻ വെച്ചിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. സോ മെഡിറ്റേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിൻഷി മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം റിൻഷി മാം ഫോർ ദ മെഡിറ്റേഷൻ ആൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് ഫേസ്.
Hello, good morning everyone. So hope എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? By the way, thank you so much Noha for the introduction. നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അല്ലേ? സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. റിലാക്സ് യുവർ സെൽഫ്. സോറി, നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആക്കാം. Just be aware of your body. നിങ്ങളുടെ ശരീരം, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ഇതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആകാം. ജസ്റ്റ് സറൗണ്ടിങ്സ് ഒന്ന് വാച്ച് ചെയ്യാം. ജസ്റ്റ് ഒബ്സർവ് ദ തിങ്സ് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആൻഡ് ലിസൺ ടു വൺ തിങ്, എനി കൈൻഡ് ഓഫ് സൗണ്ട്. ഏതെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ആ വൺ സൗണ്ടിലേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. Now നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കാലുകൾ ഒന്ന് ഗ്രൗണ്ടിൽ ജസ്റ്റ് ടച്ച് ചെയ്യാം. ജസ്റ്റ് ടച്ച് യുവർ ഫീറ്റ് ഓൺ ദ ഗ്രൗണ്ട്. Very good. Now slowly relax yourself and focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് കണ്ണുകൾ പതിയെ അടയ്ക്കും. Slowly close your eyes. കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. ആദ്യമുള്ളതിനേക്കാൾ കൂടുതൽ റിലാക്സ്ഡ് ആണ്. നൗ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ കുറിച്ചൊന്ന് അവെയർ ആകാം.
നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ശരീരത്തിന്റെ പുറം ഭാഗം, ഇങ്ങനെ ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി ഫീൽ ചെയ്യാം. You are getting more and more relaxed. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. Now നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരുപാട് ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓരോ ചിന്തയെയും ജസ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. ഓരോ ചിന്തയെയും നിരീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാം. Now imagine നിങ്ങളുടെ മൈൻഡ് ഒരു ക്ലീൻ വൈറ്റ് ബോർഡായിട്ട് ഇമാജിൻ ചെയ്യാം. ബ്ലാങ്ക് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡായി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഇമാജിൻ ചെയ്യാം. Now slowly you can choose to write on that board. You choose what to write.
എന്ത് എഴുതണം എന്നത് യു ചൂസ്. It can be a good message for yourself. നിങ്ങൾക്ക് തന്നെയുള്ള ഒരു ഗുഡ് മെസ്സേജ് ആകാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയേണ്ട ഒരുപാട് നാളായി നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വൈറ്റ് ബോർഡിൽ എഴുതാം. Very good. Now you can add pictures on that whiteboard. നിങ്ങളുടെ ലൈഫിലെ ഫേവറേറ്റ് മൊമെന്റ്, നിങ്ങളുടെ ഡ്രീംസ് എല്ലാം നിങ്ങൾക്ക് പിക്ചേഴ്സ് ആയി ആ വൈറ്റ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്യാം. Very good. Slowly you observe that whiteboard. What you actually need is in that whiteboard. Just observe that whiteboard. What is that one message you have? What are the pictures? Observe ചെയ്യാം. Very good. Now slowly നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. I appreciate myself for all the things I do. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. You can just tightly hug yourself. നിങ്ങളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യാം. Slowly thank your Creator
for giving you this opportunity. ഈ ഒരു അവസരം നിങ്ങൾക്കായി തന്ന ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. Prepare to come back. തിരിച്ചു വരാം. Just focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് you can slowly open your eyes and come back. കണ്ണ് തുറന്ന് തിരിച്ചു വരാം. സ്ലോലി നിങ്ങൾക്ക് കൈകളൊക്കെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തിട്ട് ഒന്ന് പ്ലേസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ടാപ്പ് ഓൺ യുവർ ഫേസ്. ജസ്റ്റ് പ്രസ് ഓൾ യുവർ ഹാൻഡ്സ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ? ഓക്കെ, എല്ലാവരും തിരിച്ചെത്തിയില്ലേ? തിരിച്ചെത്തിയ ആളുകൾ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ഷെയർ ചെയ്യാം. നമ്മള് ഇന്ന് ശ്വാസത്തിന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തു ആൻഡ് നമ്മൾ വിഷ്വലൈസ് ചെയ്തു മൈൻഡ് ഒരു വൈറ്റ് ബോർഡായിട്ട്, അല്ലെ? അതായത് നമ്മള് ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വൺ ബൈ വൺ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിൽ നോട്ട് ഹാവ് ക്ലാരിറ്റി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് ഒരു വൈറ്റ് ബോർഡായിട്ട് ഇമാജിൻ ചെയ്യുന്നു. ആൻഡ് അതിൽ നമ്മൾ ക്ലീൻ ബോർഡായിട്ട് എന്ന് പറഞ്ഞാല് വിൽ നോട്ട് ഹാവ്, അതിൽ ഒന്നുമില്ല, ഇതുവരെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ക്ലീൻ ബോർഡായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വി ചൂസ് വാട്ട് ടു റൈറ്റ് ആൻഡ് ഏതൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്യണം എന്ന്. ആ രീതിയിൽ നമ്മൾ മൈൻഡിനെ ഫോക്കസ് ചെയ്യാണ് ടു വാട്ട് ആക്ച്വലി വി വാണ്ട്, അല്ലെ? അപ്പം അതിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിലപ്പോൾ നമ്മളോട് തന്നെ പറയണമെന്ന് തോന്നിയിട്ടില്ല. യെസ്, യു ക്യാൻ ഡു ഇറ്റ്, യു ആർ ബ്യൂട്ടിഫുൾ. ഇതുപോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫേവറേറ്റ് മൊമെന്റ്സ്, അതൊക്കെ നിങ്ങൾക്ക് ഒരു പിക്ചർ ആയിട്ട് ആ ഒരു വൈറ്റ് ബോർഡിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മൈൻഡിന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വാട്ട് വി ആക്ച്വലി വാണ്ട് എന്നുള്ളതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? സോ പിന്നെ ഞാൻ ഇതിൽ മെഡിറ്റേഷനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹഗ് യുവർ സെൽഫ്, അല്ലെ? പലപ്പോഴും നമ്മൾ ഒരു ജസ്റ്റർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ ഹഗ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ സെൽഫിനെ ഹഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ ക്ലോസ്ലി നമ്മൾ ടൈറ്റ്ലി നമ്മൾ ഹഗ് ചെയ്യാണ്, അല്ലെ? ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് സെൽഫിനെ തന്നെ ജസ്റ്റ് ഒന്ന് സ്നേഹിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്. ഓൾസോ നമ്മൾ ലാസ്റ്റില് ഗ്രാറ്റിറ്റ്യൂഡിലാണ് ഓൾവേസ് നമ്മൾ മെഡിറ്റേഷൻ എൻഡ് ചെയ്യാറുള്ളത്, അല്ലെ? കാരണം നമ്മളിലേക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി, ഓരോ മൊമെന്റ്സ്, ഇതൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങളാണ്.
അപ്പൊ അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. സോ വി എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ദിസ് വാസ് ഓൾ അബൌട്ട് ദ മെഡിറ്റേഷൻ. ഹോപ്പ് എവറി വൺ എൻജോയ്ഡ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്. കാരണം ഒരുപാട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഡേയ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് യു ചോസ് ടു ജോയിൻ ഇൻ ദിസ് സെഷൻ ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റെപ്പ് ഫോർ ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങളിലേക്ക് തന്നെ ഉള്ളൊരു വണ്ടർഫുൾ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തു എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ? ഇറ്റ്സ് already time to end the session. So thank you so much everyone. നാളെ എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാം. ബൈ. Okay, thank you so much Fatima. So see you tomorrow. Bye.